കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻസാഗരത്തിനലകളിന്മേ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാ വരും ജീവിതത്തിൽ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാ ഇമ്പം ഇമ്പം ഇമ്പമിനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ ഇമ്പം ഇമ്പം ഇമ്പമിനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ വന്ന നാൾ മുതൽ പോക നിങ്ങൾ മാറുകരയിൽ എന്നു മോദമായി അരുളിയവൻ മറന്നിടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനി മറന്നിടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനി മറന്നിടിലും ഇമ്പം ഇമ്പം ഇമ്പമിനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ വന്ന നാൾ മുതൽ ഇമ്പം ഇമ്പം ഇമ്പമിനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ വന്ന നാൾ മുതൽ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് പടകിൽ വെച്ച് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞ് നാഥാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പോസ്തല പ്രവൃത്തി 17:30 പ്രകാരം പറയുന്നുണ്ട്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതായത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ തക്കണം ആഗ്രഹിക്കാത്ത ദൈവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു വിഷയമാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നതിന് മുമ്പ് അത് നടക്കാതെ പോകാൻ ശത്രു പലവിധത്തിലുള്ള പ്രതികൂലങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് ഇവിടെയും സംഭവിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന്. അവർ പടക് നീക്കി ഓടുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. ഈ സമയത്ത് ആണ് തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായത്. മറ്റു കാറ്റുകളേക്കാൾ പ്രത്യേകതയുള്ളതാണ് ചുഴലിക്കാറ്റ്. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ചുഴറ്റി എറിയുന്നൊരു സ്വഭാവമാണ് ഈ കാറ്റിനുള്ളത്. കടലിലും തടാകങ്ങളിലും നല്ല പരിചയമുള്ള ശിഷ്യന്മാർ അവരുടെ കഴിവുകൾ എടുത്ത് ഗുരുവിനെ ഉണർത്താതെ പടകിൽ കയറുന്ന വെള്ളം കോരിക്കളഞ്ഞും പടക് മറിയാതെയൊക്കെ അവരുടെ മുമ്പിൽ മുഴുവൻ കഴിവുകളും എടുത്ത് പ്രയോഗിച്ചിട്ടും ഫലമൊന്നും കാണാതെ ആയപ്പോഴാണ് ഗുരുവിനെ സമീപിക്കുന്നത്. നാഥാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തിയത്. യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവയെ അമർന്ന് ശാന്തതയുണ്ടായി. യേശു ശിഷ്യന്മാരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയപ്പെട്ടു. ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അനന്തരം ഉണ്ടാകാനുള്ള സംഭവമാണ് മുന്നമേ അറിഞ്ഞ സാത്താൻ ചെയ്ത പദ്ധതിയായിരുന്നു യേശു ശിഷ്യന്മാരും ഗെരസേന്യദേശത്ത് എത്തരുതെന്ന്. അതിനുള്ള കാരണമാണ് 26 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുന്നത്. ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്നും എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ പാർത്ത് വരികയായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറച്ചു പറഞ്ഞു. യേശു അശുദ്ധാത്മാവിനോട് ഈ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. ഭൂതം ബാധിച്ച മനുഷ്യനെ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. എന്നിട്ടും അവൻ ബന്ധനങ്ങളെയൊക്കെയും തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യുക പതിവായിരുന്നു. യേശു ഭൂതത്തെ ശാസിച്ചു. അത് പന്നിക്കൂട്ടങ്ങളിലേക്ക് വന്നു കയറി. റോമൻ സൈന്യത്തിൽ ഒരു ലെഗ്യോൻ എന്ന് പറയുന്നത് 4800-നും 6000-നും ഇടയിൽ വരുന്ന സൈന്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇത്രയധികം ഭൂതങ്ങളായിരുന്നു ഈ മനുഷ്യരിൽ കുടികൊണ്ടിരുന്നത്. അതാണ് ഓരോന്നും പന്നികളിലേക്ക് പ്രവേശിച്ചത്. അനന്തരം ഈ മനുഷ്യന് സുബോധം വരികയും വസ്ത്രം ധരിച്ച് ഇരിക്കുന്നതും ഗെരസേന്യദേശത്തിലെ സമൂഹം കണ്ട് ഭയപ്പെട്ടു. യേശു സംഘം അവിടെ വിട്ടുപോകണമെന്ന് പറഞ്ഞ് അവർ പടക് കയറി മടങ്ങിപ്പോയി. പ്രിയ ശ്രോതാക്കളെ, ഓരോ ദൈവവേദനയിലും ദൈവം നൽകുവാൻ പോകുന്ന വിടുതലുകളും നന്മകളും ഒക്കെയും മുന്നമേ മനസ്സിലാക്കി അത് പ്രാപിപ്പാനിടയാകാതെ ഇരിപ്പാൻ പലവിധ പ്രതികൂല കാറ്റുകൾ ജീവിതത്തെ ആട്ടി ഉലയ്ക്കുമ്പോൾ നാം നമ്മുടെ ബുദ്ധിയും കഴിവുമൊക്കെ
ശിഷ്യന്മാരെ പോലെ എടുത്തുപയോഗിക്കാറുണ്ട്. അതെല്ലാം നിഷ്ഫലമായി പോകും. കുലക്ക വിഴുങ്ങിയിട്ട് ചുക്കുകാപ്പി കുടിക്കുന്ന പോലെയുള്ള അനുഭവങ്ങളായിരിക്കും. എന്നാൽ ശിഷ്യന്മാരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പരിചയങ്ങളൊന്നും സാത്താൻ കൊണ്ടുവന്ന പ്രതികൂല കാറ്റുകൾക്ക് മുമ്പ് വില പോയില്ല. ഒടുവിൽ യേശുവിനെ സമീപിച്ചു. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. പ്രിയരെ, നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങൾക്കെതിരെ വിശ്വാസം നങ്കൂരമിട്ട് ഉറപ്പിക്കണം. നമുക്കും യേശുവിനെ വിളിച്ചപേക്ഷിക്കാം. കഷ്ടകാലത്ത് യേശു നമുക്ക് ശരണമാണ്. അവൻ സങ്കേതമാണ്, കോട്ടയാണ്, ശൈലമാണ്. ജീവിതങ്ങളെ തകർക്കുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ സർവജ്ഞാനിയായ ദൈവം തിരിച്ചറിഞ്ഞ് പ്രതികൂലങ്ങളെ ശാസിച്ച് എത്തേണ്ടുന്ന സമയത്തും സ്ഥലത്തും എത്തി വ്യക്തിജീവിതങ്ങളെ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കും. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. തക്ക സമയത്ത് വിടുവിച്ച് രക്ഷിപ്പാൻ കർത്താവ് ശക്തനാണ്. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവെന്നെല്ലാം വിളിച്ച് യഹോവ കേട്ടു, അവർ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ആകയാൽ ഈ നല്ല കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഇടയാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കൃപ ആർജിച്ച് മുന്നോട്ട് പോകാൻ കാണും. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.